1:28 തിരിച്ചടിക്ക് തയ്യാർ എന്ന് പോസ്റ്റ്. 1:44 പ്രഹരം. ഞെട്ടി പാകിസ്ഥാൻ. പാകിസ്ഥാനെയും പാകിസ്ഥാൻ കുടചൂടുന്ന ഭീകരരെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ തിരിച്ചടിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 1:44 പാകിസ്ഥാനെ ഞെട്ടിച്ച് ഇന്ത്യയുടെ തിരിച്ചടി. എന്നാൽ പുലർച്ചെ 1:24 വ്യക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത്. ആക്രമണത്തിന് സജ്ജം, ജയിക്കാനായി പരിശീലിപ്പിക്കപ്പെട്ടവർ എന്ന കുറിപ്പോടെ ഇന്ത്യയുടെ ടാങ്കുകളും തോക്കുകളും മിസൈൽ വാഹിനികളും തീതുപ്പുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ കരസേന പുലർച്ചെ 1:28 എക്സിൽ പോസ്റ്റിട്ടിരുന്നു. കരസേന ADGPയുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ നിന്നായിരുന്നു ഈ പോസ്റ്റ്. ഇതിനുശേഷം കൃത്യം 14 മിനിറ്റ് കഴിഞ്ഞായിരുന്നു പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങൾ തകർത്തുകൊണ്ടുള്ള ഇന്ത്യയുടെ ആക്രമണം. വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിലെ വിധവയാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടി. മതം തിരഞ്ഞെടുത്തുള്ള ഭീകരാക്രമണത്തിന് മറുപടി ഭാരതീയ സംസ്കാരത്തിലൂന്നി. പാക് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൻ്റെ പിന്നിലെ കഥ ഇങ്ങനെ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള പഹൽഗാം തിരിച്ചടിക്ക് ഇന്ത്യ നൽകിയത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര്. പഹൽഗാമിൽ 25 ഇന്ത്യക്കാർ ഉൾപ്പെടെ 26 പുരുഷ ജീവനുകളാണ് ഭീകരർ എടുത്തത്. അവിടെ മാഞ്ഞത് 25 പേരുടെ സിന്ദൂരമായിരുന്നു. വിവാഹം കഴിഞ്ഞ ദിവസങ്ങൾ മാത്രമായ യുവതിയുടെ കണ്ണീരടക്കം വീണു. അങ്ങനെ 26 പേരെ വിധവകളാക്കി മാറ്റിയ പാകിസ്ഥാൻ ക്രൂരത. പാവപ്പെട്ട കശ്മീരി വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട ലോകത്തെ നടുക്കിയ ആഗോള ഭീകരതയുടെ കറുത്ത മുഖമായി പഹൽഗാം മാറി. അവിടെ തുടച്ചുമാറ്റിയ സിന്ദൂരത്തിനുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ അതിർത്തിയിൽ നിന്നും 100 കിലോമീറ്റർ അകലെ വരെ ആ പ്രതികാരം മിസൈലായി പതിച്ചു. സർജിക്കൽ സ്ട്രൈക്ക് പ്രതീക്ഷിച്ച പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ തകർത്തു ആക്രമണങ്ങൾ. ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഭീകരരെ അയക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഭീകര താവളങ്ങളാണ് ഇന്ത്യ തകർത്തത്. പഹൽഗാമിലെ സ്ത്രീകളുടെ കണ്ണീർ വീഴുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഭീകരർ പുരുഷന്മാരെ മാത്രം ആക്രമിച്ചത്. പാകിസ്ഥാനിലെ തിരിച്ചടിക്ക് വിവാഹിതരായ ഇന്ത്യൻ സ്ത്രീകൾ ധരിക്കുന്ന സിന്ദൂരക്കുറിയെ ഓർമ്മിപ്പിക്കുന്ന പേര് നൽകിയത് പഹൽഗാമിൽ വിധവകളാക്കപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയെന്ന സൂചനകൾ സൈന്യവും നൽകുന്നുണ്ട്. മതം തിരഞ്ഞുള്ള ഭീകരാക്രമണത്തിന് മറുപടി ഭാരതീയ സംസ്കാരത്തിലൂന്നിയെന്ന് വ്യക്തമാക്കുകയാണ് ഇന്ത്യ. പാക് ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടതിൻ്റെ പിന്നിലെ കഥയും അങ്ങനെ ചർച്ചയാവുകയാണ്. നീതി നടപ്പാക്കപ്പെട്ടുവെന്ന് ഇന്ത്യൻ സൈന്യം പ്രതികരിച്ചു. പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നടപ്പിലാക്കുന്ന രീതിയിലും സംയമനം പാലിച്ചു. പഹൽഗാം ഭീകരാക്രമണം നടന്ന് 15ാം ദിവസമാണ് ഇന്ത്യ തിരിച്ചടിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ വെളിപ്പെടുത്തുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണം പാകിസ്ഥാൻ സ്ഥിരീകരിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ മാത്രമല്ല പാകിസ്ഥാനിലും തിരിച്ചടിയുണ്ടാകുമെന്ന് വ്യക്തമാക്കുകയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വീണ്ടും ഇന്ത്യ. പാകിസ്ഥാനിലും പാക് അധീന കശ്മീരിലും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ ലക്ഷ്യമിട്ടത് ലഷ്കർ-ഇ-തൊയ്ബ, ജയ്ഷെ മുഹമ്മദ് ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങളെ. ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ട ദൗത്യത്തിന് 12 ഭീകരർ കൊല്ലപ്പെട്ടെന്നും 55 പേർക്ക് പരിക്കേറ്റെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മുസാഫർബാദ്, ബഹാവൽപൂർ, കോട്ലി, മുരിഡക് എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത്. ലഷ്കർ-ഇ-തൊയ്ബയുടെ ആസ്ഥാനമാണ് മുരിഡക്. പുൽവാമ ആക്രമണത്തിൻ്റെ സൂത്രധാരൻ മസൂദ് അസ്ഹർ നേതൃത്വം നൽകുന്ന ജയ്ഷെ-ഇ-മുഹമ്മദിൻ്റെ ആസ്ഥാനമാണ് ബഹാവൽപൂർ. ആക്രമണത്തിന് പിന്നാലെ നീതി നടപ്പാക്കിയെന്ന് സൈന്യം പ്രതികരിച്ചു. പാകിസ്ഥാൻ്റെ സേനാ കേന്ദ്രങ്ങളൊന്നും തങ്ങൾ ലക്ഷ്യം വെച്ചിട്ടില്ലെന്നും വിഷയങ്ങൾ കൂടുതൽ ആക്രമണ പദ്ധതി നിലവിലില്ലെന്നും കേന്ദ്ര സർക്കാർ പത്രക്കുറിപ്പിൽ അറിയിച്ചു. കര-വ്യോമസേനകൾ സംയുക്തമായാണ് ആക്രമണം നടത്തിയത്. ഇന്ത്യ ആക്രമിച്ചത് പിന്നാലെ തിരിച്ചടിക്കുമെന്ന് പാകിസ്ഥാൻ പ്രതികരിച്ചു. കൂടാതെ അതിർത്തിയിൽ പാക് സൈന്യം ഷെല്ലാക്രമണവും നടത്തി. ഇന്ത്യ അതിർത്തിയിലും അതീവ ജാഗ്രതയിലാണ്. പാകിസ്ഥാനിൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ അതിർത്തി മേഖലയിലെ വിമാനത്താവളങ്ങൾ അടച്ച് ഇന്ത്യ കരുതൽ ശക്തമാക്കി. ധർമ്മശാല, ലേ, ശ്രീനഗർ, അമൃത്സർ വിമാനത്താവളങ്ങൾ അടച്ചു. നിലവിലെ പ്രതിസന്ധി മറ്റ് സ്ഥലങ്ങളിലെ വിമാനത്താവളങ്ങളെ ബാധിക്കില്ലെന്നാണ് സൂചന. അതേസമയം ധർമ്മശാല, ലേ, ശ്രീനഗർ, ജമ്മു, അമൃത്സർ എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയെ ആക്രമണത്തെ ബാധിച്ചിട്ടുണ്ടെന്ന് സ്പൈസ് ജെറ്റ് അറിയിച്ചു. ഇവിടേക്ക് യാത്ര ബുക്ക് ചെയ്തിരിക്കുന്ന യാത്രക്കാർ സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെടണമെന്നും കാര്യങ്ങൾ സ്ഥിരീകരിക്കുകയും ചെയ്യണമെന്നും പത്രക്കുറിപ്പിൽ അറിയിച്ചു. ധർമ്മശാല, ലേ, ശ്രീനഗർ, ജമ്മു, അമൃത്സർ, ചണ്ഡീഗഡ് എന്നിവിടങ്ങളിലേക്കുള്ള യാത്രയെ ആക്രമണം ബാധിച്ചിട്ടുണ്ടെന്ന് ഇൻഡിഗോയും അറിയിച്ചു.